എൻ്റെ അമ്മ നേഴ്സാണ്. ഓക്കെ. എനിക്ക് പണ്ട് മുതലേ ഡോക്ടർ ഫീൽഡിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഫീൽഡ് പണ്ട് മുതലേ അമ്മ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ അയ്യോ ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ സംഭവമായിരുന്നു. എനിക്ക് ഒന്നാമത് പറയാനുള്ളത് DPP, അത് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ സംഭവം. പിന്നെ ഇവിടുത്തെ LMRP ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളി. എൻ്റെ അമ്മോ LMRP ക്വസ്റ്റ്യൻസിന് ഒരു ഭയങ്കര പറ്റി പറയുകയാണ്. എല്ലാവർക്കും ഏറ്റവും ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് അല്ല അത്രയും മെനക്കെട്ട് എല്ലാവരും കൂടി അപ്രോച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. ഹലോ എവരിവൺ, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആദിത്യനാണ്. നീറ്റ് വലിയൊരു സ്കോർ വാങ്ങിയിട്ടാണ് ആദിത്യന് ഇപ്പം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വെൽക്കം ആദിത്യ. ഹായ്. ഹലോ. യെസ്. സോ ബേസിക്കലി ഞാൻ ഇപ്പോൾ ആദിത്യനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയ്ക്കും കോമ്പറ്റീറ്റീവായ നീറ്റ് എക്സാം ഇയാൾ ക്രാക്ക് ചെയ്തതെന്നുള്ളൊരു ഐഡിയയിലേക്കാണ്. സോ എന്തൊക്കെയായിരുന്നു ആദ്യത്തിൻ്റെ വിഷൻ? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്? ചെറുപ്പം മുതലേ ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ നേഴ്സാണ്. ഓക്കെ. എനിക്ക് പണ്ട് മുതലേ ഡോക്ടർ ഫീൽഡിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഫീൽഡ് പണ്ട് മുതലേ അമ്മ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ അയ്യോ ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ സംഭവമായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ആഗ്രഹമാണ് ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഭയങ്കര സന്തോഷത്തിലായിരിക്കും വീട്ടുകാരൊക്കെ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈ സൈലം എത്രത്തോളമാണ് ആദിത്യനെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തത്? സൈലം അതായത് ഞാൻ എനിക്ക് ആദ്യം +2 ശേഷം ഒന്നും അങ്ങനെ വലിയ മാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സൈലത്തിൽ വന്നതിന് ശേഷം എനിക്ക് മെച്ചം ആദ്യം കാണാൻ പറ്റില്ലെങ്കിലും പിന്നെ വരുന്നവരും ഇങ്ങനെ മാർക്ക് കൂടി. തുടക്കത്തിൽ +2 കഴിഞ്ഞ് ഫസ്റ്റ് ടൈം വന്ന് ജോയിൻ ചെയ്ത പാടെ തന്നെ വലിയ മാർക്കിൽ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. സോ നമ്മുടെ ഈ സിസ്റ്റം, അതായത് ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെ ഫീൽ ചെയ്തു? ഹൈബ്രിഡ് സിസ്റ്റം എനിക്ക് ഒന്നാമത് പറയാനുള്ളത് DPP, അത് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ സംഭവം. അതെല്ലാവരും ഒരേപോലെ പറയുന്നതാണ് DPP. സൈലത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് മെറ്റീരിയൽ ആണ് DPP എന്ന് പറഞ്ഞിരിക്കുന്നത്. DPP അത് ഭയങ്കര അത് സംഭവം. എനിക്ക് ടെക്സ്റ്റ് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ DPP ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ടെക്സ്റ്റ് വായിക്കണേ, നീറ്റ് ക്രാക്ക് ചെയ്യണേ ടെക്സ്റ്റ് വായിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കണല്ലോ ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കുക. അപ്പോൾ DPP കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത് വല്ലാത്തൊരു NCERT ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചോദ്യങ്ങളും എന്താണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് കുട്ടികളെ വെറുതെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വെറുതെ ടെൻഷൻ ആക്കേണ്ട വിചാരിച്ച് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയ മെറ്റീരിയലാണ് സൈലത്തിൻ്റെ DPP. ദെൻ പിന്നെ ഡെയിലി എടുക്കുന്ന നമ്മുടെ എക്സാംസ് ഡെയിലി എക്സാംസ് ഭയങ്കര അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളന്ന് പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് പക്കായിട്ട് എക്സാം എഴുതുമ്പോൾ നല്ല ഇതാണ്. പിന്നെ റിവിഷൻ അതായത് റിവിഷൻ മെജോറിറ്റി കുട്ടികൾ ഇപ്പോൾ തുടക്കം മുതലേ ഓരോ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിറ്റ് മെഷർമെൻറ്റ് ചാപ്റ്റർ ഫിസിക്സ് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഒരു 5-6 ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ യൂണിറ്റ് മെഷർമെൻറ്റിലേക്ക് മടങ്ങിപ്പോക്ക് ഒരു മടിയായിരിക്കും എല്ലാവർക്കും. അതിന് വേണ്ടിയിട്ടാണ് സൈലം എന്തുകൊണ്ടത് DPP. അതേപോലെ തന്നെ GAB എക്സാംസ്. ആ GAB എക്സാംസ് ഓരോ മന്തിൽ നടക്കുന്ന GAB എക്സാംസ് എങ്ങനെ ഫീൽ ചെയ്ത്? GAB ഒന്ന് ഇവിടെ സൈലത്തിലുള്ള ഡെയിലി ടെസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ GAB ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് തോന്നും. കാരണം അത് പക്ക നമ്മൾ വിചാരിക്കുന്നത് ഡെയിലി ടെസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി ടഫായിട്ട് തോന്നാറുണ്ട്. കാരണം അത് ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലും, മറ്റേത് വലിയ ചാപ്റ്ററിൽ നിന്ന് ഏരിയകൾ. അത് നീറ്റിന് വരാൻ പോകുന്ന പക്ക നീറ്റ് മോഡൽ ചോദ്യങ്ങൾ. അത് കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും നീറ്റിന്. പിന്നെ ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മുടെ പോർഷൻ തീരുകയും ഡിസംബറിന് ശേഷം നമ്മൾ ഏതിലേക്ക് മൂവ് ചെയ്ത് LMRPയിലേക്ക് മൂവ് ചെയ്ത് 2 മാസം LMRP, അതിനുശേഷം 1 മാസം ഫുൾ ടൈം മോക്ക് എക്സാംസും. അത്രക്ക് മോക്ക് ചെയ്തിട്ടില്ലേ? തലേ ദിവസം വരെ മോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ടാബിലുണ്ടല്ലോ ഫിനിക്സ് ആയിട്ടുള്ള ബണ്ടില് കുറെ എക്സാംസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഇങ്ങനെ കുറെ അറ്റംപ്റ്റ് ചെയ്ത് കുറെ ഒക്കെ ചെയ്ത് അത് ടാബിൽ ഇങ്ങനെ ഞെക്കിട്ടാ പോരെ. അത് നല്ല ഇതായിരുന്നു. ആ ടാബിലുള്ളതുകൊണ്ട് വേഗം കഴിഞ്ഞു പോകുന്ന ടൈം അധികം പോവില്ല. കുറെ എക്സാംസും കുറെ ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്തു അങ്ങനെ ടാബിൽ നിന്ന്. പിന്നെ ഇവിടുത്തെ LMRP ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളി. എൻ്റെ അമ്മോ LMRP ക്വസ്റ്റ്യൻസിന് ഒരു ഭയങ്കര പറ്റി പറയുകയാണ്. എല്ലാവർക്കും ഏറ്റവും ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് അല്ല അത്രയും മെനക്കെട്ട് എല്ലാവരും കൂടി അപ്രോച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മെറ്റീരിയൽ. GP സാർ ആയിരുന്നു ആ മെറ്റീരിയലിന്റെ ഉപജ്ഞാതാവ് എന്നാണ് പറയാം. അത്രയ്ക്കും കുട്ടികളോട് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചീന്തിയെടുത്ത ക്വസ്റ്റ്യൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അത്രയ്ക്കും അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. LMRP ഭയങ്കര ഫിസിക്സ് അടിപൊളി നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. യെസ്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ്. കെമിസ്ട്രി ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഫിസിക്സ് ആണോ? അല്ല, അങ്ങനെ പറയാം. ടഫായിട്ട് ഫീൽ ചെയ്ത സബ്ജക്ട് ടഫായിട്ട് ഫീൽ ചെയ്ത ചില പാഠങ്ങൾ ഫിസിക്സ് ടഫാണ്. പക്ഷെ അറിയണ പാഠങ്ങൾ ഫിസിക്സ് അതായത് സിമ്പിൾ ആണ്. അത് അതിന്റെ എക്സാം വരുമ്പോൾ നമുക്ക് സന്തോഷമാവും. കാരണം അറിയണ പാഠമാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എല്ലാ ക്വസ്റ്റിനും കിട്ടും. അറിയണ ചില പാഠങ്ങളാണെങ്കിൽ നമുക്കൊന്ന്
കയറുന്നുണ്ട്. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിന് പുറമെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ സൈലത്തിന്റെ മെറ്റീരിയൽ അത് തന്നെ നോക്കിയിട്ടുള്ളൂ. അതിൽ മറ്റേ 35 years പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2025 പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട്, ഇഷ്ടംപോലെ മക്കളുണ്ട്. അവരെല്ലാവരും ഒരേപോലെ പറയുന്നത് ഫിസിക്സ് ടഫ് ആണെന്ന്. അതേപോലെ തന്നെ സാർ തുടക്കത്തിൽ വരുന്ന കുട്ടികൾ, ഇപ്പോൾ മെജോറിറ്റി ആളുകൾ ഇപ്പോൾ തുടക്കത്തിലാണുള്ളത്, അവരെല്ലാവരും പറയുന്നത് സാർ ഒന്ന് റെഡി ആവുന്നില്ല, ട്രാക്ക് ആവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ അവരിപ്പോൾ പറയുന്നുണ്ട്. ഇതേ ഒരു ബുദ്ധിമുട്ട് ആദ്യത്തിന് ചെറുപ്പത്തിൽ തുടക്കത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. യെസ്, അതൊന്ന് അവരോട് അതെങ്ങനെ ഓവർകം ചെയ്യണമെന്നും ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സജഷൻ ആദ്യത്തിന് കൊടുക്കുക. ഡോക്ടർ ആദ്യത്തിന് ആ ഒരു സജഷൻ നിങ്ങൾ കൂടി തരും. യെസ്, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക മീൻസ് അതായത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതായത് നാളത്തെ ക്ലാസ്സിന്റെ വീഡിയോ ഉണ്ട് പക്കയായിട്ട്, അത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഓൺലൈൻ ക്വസ്റ്റ്യൻസ് DPP അത് ചെയ്ത് പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ക്ലാസ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നും നമുക്ക്. അതായത് നമുക്ക് സാർ എടുക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ നന്നായിട്ട് അങ്ങനെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കേൾക്കണ പോലെ തന്നെ തോന്നും. അത് അങ്ങനെ പോയാൽ തന്നെ നമുക്ക് പിന്നെ തുടക്കമുള്ള സ്ട്രഗിൾ പോകും. പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ വരും. പിന്നെ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അത് ആദ്യം ഒന്നും അങ്ങനെ വലിയതില്ല. പിന്നെ ഒരു നീറ്റിന്റെ 2-3 മാസം മുന്നേ കുറെ ഉറക്കൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി എന്നാലും ഒരു 5-6 മണിക്കൂർ 5-8 മണിക്കൂർ എന്തായാലും ഡെയിലി പഠിക്കുമായിരിക്കുമല്ലോ. അതിലേറെ പഠിക്കും. 5-8 മണിക്കൂർ മിനിമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും പഠിത്തം നിർബന്ധമായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാം, നല്ല റിസൾട്ടിലേക്ക് എത്തും. ഒരു എക്സാമ്പിളാണ് നമ്മുടെ ആദിത്യമായിട്ട് ഇരിക്കുന്നത്. നമ്മള് എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാരൊക്കെ പറയുന്നത് കണ്ണൊക്കെ ഇവിടെ അത്രക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, സോ ആദ്യത്തിന് എല്ലാ വിശ്വാസവും ഞാൻ പറയാണ്. ഏത് കോളേജിലേക്കാണ് ആഗ്രഹിക്കുന്നത്? അത് കോഴിക്കോട്, തിരുവനന്തപുരം, കേരളത്തിൽ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. യെസ്, സോ ആദ്യത്തിന് വിചാരിച്ച പോലെ ആദ്യത്തിന് ആ കോളേജിൽ എത്തിപ്പെടട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്.